ഒരു പട്ടിയുടെ കഥ ഇത്ര വിശദീകരിക്കണോ? ഒരു പട്ടിയെ ഇത്രയധികം സ്നേഹിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾക്കിത് വെറും ഒരു പട്ടിയാണ്. പക്ഷേ എനിക്കെൻ്റെ പ്രാണനാണ്, എൻ്റെ ആത്മാവാണ്. എന്തുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് ഇവൻ്റെ കഥ പറയുന്നത്? എന്തിനാണ് ഇതിനെ ഇത്ര സ്നേഹിക്കുന്നത്? ഇതിനൊക്കെയുള്ള ഉത്തരം ശക്തൻ്റെ കഥ ഏകദേശം ഒരു പകുതിയാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്നെപ്പോലെ നിങ്ങളും അവനെ നെഞ്ചിലേറ്റും. ഇത് ശക്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു. ശക്തനായ കഥ. ശക്തരിൽ ശക്തനായ കഥ. പന്തളം, അയ്യപ്പൻ്റെ നാട്. അയ്യപ്പൻ്റെ നാടായതുകൊണ്ട് പന്തളത്തുള്ളവരെല്ലാം നന്മയുടെ നിറകുടങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ നാട്ടിലെയും പോലെ നല്ലതും ചീത്തയുമായ ആളുകൾ ഇവിടെയുമുണ്ട്. ഒരു പ്രദേശത്തെ ആളുകളുടെ നന്മ തിരിച്ചറിയാൻ അവിടെയുള്ള മിണ്ടാപ്രാണികളായ പട്ടിയെയും പൂച്ചയും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഒരിറ്റു വറ്റിനായി വിശന്ന് എല്ലും തോലുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മിണ്ടാപ്രാണികളെ കാണുമ്പോൾ മനസ്സിലാകും ആ നാട്ടിലെ ജനങ്ങളുടെ മഹാമനസ്കത. നമ്മൾ വേണ്ടാതെ കളയുന്ന എച്ചില് പോലും തിന്നാൻ അനുവദിക്കാതെ, എന്തിന് വഴി നടക്കാൻ പോലും അനുവദിക്കാതെ ഈ മിണ്ടാപ്രാണികളെ എറിഞ്ഞും അടിച്ചും ചൂടുവെള്ളം ഒഴിച്ചും ആട്ടിപ്പായിക്കുന്ന ജനങ്ങൾ. അവർക്കൊന്നും ഒരു നേരത്തെ വിശപ്പിൻ്റെ വില അറിയില്ല. അവരൊന്നും ദിവസങ്ങളോളം പട്ടിണിയും കിടന്നിട്ടുണ്ടാവില്ല. അതൊക്കെ കൂടുതലും VIP ഏരിയയിലുള്ളവരാവും. അല്ലെങ്കിൽ ഇന്നലെ പെയ്ത മഴയിൽ പൊട്ടിമുളച്ച പുത്തമ്പണക്കാരാവും. അവർക്ക് വിശപ്പിന് അന്നം കൊടുത്ത് ശീലമുള്ളവരാവില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ തെരുവിലെ മൃഗങ്ങൾ നല്ല ആരോഗ്യത്തോടെ നടക്കുന്നത് കാണാം. അതുങ്ങൾക്ക് ധൈര്യമായിട്ട് വഴി നടക്കാം. ആരും ഉപദ്രവിക്കില്ല. അത് ചിലപ്പോൾ കോളനികളാവാം, ചേരിപ്രദേശങ്ങളാവാം, അല്ലെങ്കിൽ തികച്ചും സാധാരണക്കാരായ കൂലിപ്പണിക്കാർ താമസിക്കുന്ന ഇടങ്ങളാവും. അന്നന്ന് കൊണ്ടുവന്ന് അന്നം കഴിക്കുന്നവർ. അവർ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഈ മിണ്ടാപ്രാണികൾക്കും കൊടുക്കും. അവർക്ക് വിശപ്പിൻ്റെ ബുദ്ധിമുട്ടറിയാം, അന്നത്തിൻ്റെ വില അറിയാം. ഈ മിണ്ടാപ്രാണികളൊക്കെ ജനിച്ചു പോയില്ലേ, അവരും ജീവിക്കട്ടേന്നേ. എത്രയായാലും മനുഷ്യനോളം ഭീകരജീവികളല്ല മറ്റൊരു ജീവികളും. ഈ ഭൂമിയിലെ ഏറ്റവും ക്രൂരതയുള്ള വർഗം അത് മനുഷ്യൻ തന്നെയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയാൽ കുറച്ച് ജീവനുകൾക്കെങ്കിലും ഇത്തിരി ആഹാരം കൊടുക്കാമല്ലോ, രക്ഷിക്കാൻ കഴിയുന്നവരെ രക്ഷിക്കാനും ശ്രമിക്കാം എന്നൊക്കെ കരുതിയാണ്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ ആവോ എനിക്കറിയില്ല. ഇത്രയും കേട്ടപ്പോൾ ബോറടിച്ച് തുടങ്ങി കാണുമല്ലേ? ശക്തൻ്റെ കഥ പറയാൻ വന്നിട്ട് ഇതെന്തൊക്കെയായി പറയുന്നതെന്നാവും. ഇനി നമുക്ക് നമ്മുടെ വീരനായകനെ കിട്ടിയ കഥ പറയാം. ഞാനന്ന് പന്തളത്ത് ആര്യാസ് ഹോട്ടലിലെ ക്യാഷ്യറായിട്ട് ജോലി നോക്കുകയാണ്. രാവിലെ 6:30 പോയാൽ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ വരും. പിന്നെ വീണ്ടും വൈകിട്ട് 6 മണിക്ക് പോകണം. രാത്രി ഒരു 10:30-11 വരെയൊക്കെ കഴിയും കട അടയ്ക്കാൻ. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു, 2022 ഏപ്രിൽ 11. അന്ന് ഞാൻ ഉച്ചയ്ക്ക് പതിവ് പോലെ വീട്ടിൽ വന്നു. ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ണുന്ന നേരം ഒരശരീരി കേട്ടു. നിനക്ക് പട്ടിക്കുഞ്ഞിനെ വേണോ? ഇതിപ്പോൾ എവിടുന്നാ ശബ്ദം കേട്ടത്? ഞാൻ 4 പാടും നോക്കി. മെഡിക്കൽ മെഷീൻ്റെ അവിടെ ഒരാൾ പട്ടിക്കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. കെട്ടിയവനാണേ. ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കി. എന്താണ് ഇങ്ങനെ പിച്ചും പെയ്യും ഒക്കെ പറയുന്നത്? ഒരു പട്ടിയെയോ പൂച്ചയെയോ ഒക്കെ കണ്ടാൽ കല്ലെടുത്തെറിയുന്ന എൻ്റെ മഹാനായ കെട്ടിയവൻ തന്നെയല്ലേ ഇത്? ഇനി വല്ല കൂടുമാറ്റവും നടത്തിയ ആൾ മാറിയോ? ഹോളിവുഡ് ഹൊറർ സിനിമ കാണുന്ന പോലെ ഞാൻ അങ്ങേരെ തുറച്ചു നോക്കി. വേണമെങ്കിൽ വേഗം വാ, പോയി കൊണ്ടുവരാം. എൻ്റെ പ്രകടനങ്ങൾ കണ്ട് സഹികെട്ട് അങ്ങേര് മൊഴിഞ്ഞു. ഞാൻ മുറ്റത്തേക്ക് നോക്കി. കാക്ക വല്ലതും തല തിരിഞ്ഞോ മറിഞ്ഞോ എങ്ങാനും പറക്കുന്നുണ്ടോ? ഇങ്ങേര് വാ പോയ കോടാലിയാണ്, എപ്പോൾ വേണമെങ്കിലും പറഞ്ഞത് മാറ്റി പറയാം. അതുകൊണ്ട് ഞാൻ കഴിപ്പ് മതിയാക്കി എണീറ്റു. ഇനി ഒരു നിമിഷം താമസിച്ചാൽ നിങ്ങളുടെ മനസ്സ് മാറിയാലോ. ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന പൂച്ചകളൊക്കെ അടുത്ത് വിളിച്ച് ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആത്മനിർവൃതി അടഞ്ഞിരുന്ന പാവം ഞാൻ. ഒന്ന് തൊടാൻ ചെന്നാലോ? വേണ്ട, തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഇങ്ങടെ വളവളാന്നുള്ള ചളികൾ കേട്ടിരിക്കുന്നത് ഒടുക്കം എന്തെങ്കിലും മുണുങ്ങാൻ തരുമല്ലോ എന്ന് കരുതിയ എന്നാണ് ആ മർജാരവർഗം എന്നോട് പറയുന്നത്. ഇനി ആ കള്ളപ്പൈലുകളെ കാണിച്ചു കൊടുക്കണം എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ കിട്ടിയത്, എനിക്ക് തൊടാനും തലോടാനും ഉമ്മ വയ്ക്കാനും ഒക്കെ ഒരു രാജകുമാരനെ കിട്ടിയത്. ബ്ലഡി മർജാരൂസ്, അസൂയപ്പെടണം. എനിക്ക് മനുഷ്യ, പോയിട്ട് വരാം. മതി തിന്നത്. അങ്ങേരെ കൊണ്ടും തീറ്റിച്ചില്ല. ഓടിച്ചെന്നൊരു സഞ്ചി തപ്പിയെടുത്ത് എൻ്റെ ഒരു ഷോളും അതിനകത്തിട്ട് ഇങ്ങേര് കാണാതെ ഒരു 2-3 എണ്ണത്തിനെയെങ്കിലും പെറുക്കി സഞ്ചിയിലിടണം. അങ്ങനെ ഒരു മനക്കോട്ട തന്നെ നിമിഷ നേരം കൊണ്ട് ഞാൻ പടുത്തുയർത്തി. ഇതൊന്നും അറിയാതെ മുറിയിൽ ഫോണിൻ്റെ ബാറ്ററി തീർത്തുകൊണ്ടിരുന്ന എൻ്റെ പുത്രൻ മിക്കിനോട് ചെന്ന് പറഞ്ഞു, ഡാ കൊച്ചർക്കാ, ഞാനൊരു സ്ഥലം വരെ പോവാം. പോയിട്ട് വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവും.
എൻ്റെ തുള്ളക്കം കണ്ട് ചെക്കൻ അന്തം വിട്ടു. കാരണം ഇത്രയും സന്തോഷത്തിൽ ചെക്കൻ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മേൻ്റെ ഏതോ നട്ട് ഊരിപ്പോയെന്ന് തന്നെ വെക്ക് വിചാരിച്ചു. ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് ഇത്ര സന്തോഷമൊക്കെ ഓവറല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്നാൽ അതിനൊരു കാരണമുണ്ട്. ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു പട്ടിക്കുട്ടനെ വേണമെന്ന്. വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ അമ്മാമ്മ അവർ വളർത്തിയ പൂച്ച കടിച്ച് റാബീസ് വന്ന് മരിച്ചത്. അവരുടെ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. അല്ല, മരിക്കാൻ നേരമുള്ള ആ പരാക്രമങ്ങളൊക്കെ കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുന്ന വഴിയിൽ മരിച്ചു. കാറിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ പിടിച്ചിരിക്കുന്നവരുടെയൊക്കെ കയ്യിൽ കിടന്ന് അവർ കുതറിയതും പിടഞ്ഞതും ഒക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ടാക്സി ഡ്രൈവർ അന്ന് പറഞ്ഞത് എനിക്ക് വണ്ടിക്കൂലി ഒന്നും തരണ്ട, എൻ്റെ കാറൊന്ന് കഴുകി വൃത്തിയാക്കി തരുമെന്നാണ്. കാരണം അയാളുടെ ജീവിതമാർഗമായിരുന്നു അത്. അന്ന് ആ സംഭവത്തിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നാട് കടത്താൻ അമ്മ ആജ്ഞാപിച്ചു. അവരെ മണിമലയാറിൻ്റെ അക്കരെ കടത്തിവിട്ടു. പിന്നെ ഒന്നിനെയും വളർത്താൻ വീട്ടിൽ സമ്മതിച്ചിട്ടില്ല. കോഴിയും ആടും പശുവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആടിനെയും പശുവിനെയൊന്നും നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കോഴികളായിരുന്നു എൻ്റെ കളിക്കൂട്ടുകാർ. തള്ളക്കോഴിയെ കളഞ്ഞിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഞാനാണെങ്കിൽ കമ്പ് കൊണ്ട് കരിയിലയൊക്കെ ചകഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ നാട്ടുകാർക്കിടയിൽ കോഴിയമ്മ എന്നൊരു പേരും വേണം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതുവഴിയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ചകളെയൊക്കെ വിളിച്ച് തീറ്റി കൊടുക്കും. ഒന്ന് തൊടാൻ നോക്കിയാൽ അവർ ഓടിക്കളയും. ഇവിടെയുള്ളവർക്കാണെങ്കിൽ ഇതുങ്ങളെ ഒന്നും കണ്ടുകൂടാ. എന്നാലും ഞാൻ പാത്തും പതുങ്ങിയും ഒക്കെ ആഹാരം കൊടുത്തിരുന്നു. അന്നത്തെ എൻ്റെ 2 പ്രിയപ്പെട്ട പൂച്ചകളായിരുന്നു സൂസനും ജിങ്കിയും. അവരെക്കുറിച്ച് ഒരു കഥ പറയാനുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ മനുഷ്യ എന്ന് പറഞ്ഞ് ഞാൻ സഞ്ചിയും എടുത്ത് മുമ്പേ ഇറങ്ങി. ശുഭസ്യ ശീഘ്രമെന്നല്ലേ. അങ്ങനെ എൻ്റെ ഡിയോയിൽ കയറി ഞങ്ങൾ യാത്രയായി ആരോമൽ ചേകവനെ തേടി. പന്തളത്ത് നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരമുണ്ട് കീരുകുഴിക്ക്. മെഡിക്കൽ മിഷൻ ജംഗ്ഷനിൽ ലോട്ടറി വിറ്റിരുന്ന ഒരു ചേട്ടനായിരുന്നു. പുള്ളിയുടെ വീടാണ് കീരുകുഴിയിൽ. അവരുടെ വീട്ടിലെ പശുത്തൊഴുത്തിൽ ഒരു തെരുവ് നായ പ്രസവിച്ചു. അദ്ദേഹം പലപ്പോഴും സ്നേഹമൊഴിച്ചിളക്കി കൊടുത്തിരുന്ന അന്നത്തോടുള്ള വിശ്വാസത്തിലാണ് അവൾ ആ തൊഴുത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തത്. അതായത് കാലിത്തൊഴുത്തിൽ പിറന്നവനായിരുന്നു ഈ വീരമാർത്താണ്ഡൻ. കൂട്ടിനമ്മ പശുവും മണിക്കുട്ടിക്കുറുമ്പുള്ളൊരു സുന്ദരി പെൺകിടാവും. 7-8 പടയാളികൾ ആ തൊഴുത്തിൽ പിറവിയെടുത്തു. നല്ലവനായ ആ മനുഷ്യൻ്റെ പരിചരണം കൊണ്ട് എല്ലാവരും നല്ല മിടുക്കന്മാരായി. കൂട്ടത്തിലൊരു ഇത്തിരി കുഞ്ഞനുണ്ടായിരുന്നു. ഒടുക്കത്തെ സന്തതി ആയതുകൊണ്ട് ജനിച്ചപ്പോഴേ അത് അശുവായിരുന്നു. ബാക്കി 7 പേരും നല്ല തക്കടി മുണ്ടന്മാരായിരുന്നു. ഒടുക്കത്തെ സന്തതിക്ക് സാമർഥ്യം കുറവായതുകൊണ്ട് അമ്മ പശുവിൻ്റെ മാറിലെ ലാക്ടോജനാണ് ആ കുഞ്ഞു വയറിൻ്റെ പശിയകറ്റിയത്. അയൽക്കാർ ഈ കുഞ്ഞുങ്ങൾക്കൊരു ഭീഷണിയാകുമെന്ന് കണ്ട ആ മനുഷ്യന് പലരോടും ചോദിച്ചു കുഞ്ഞുങ്ങളെ വേണമെന്ന്. പക്ഷെ ആരും എടുത്തില്ല. ആ പലരിലൊരാൾ ഇവിടുത്തെ ഡാഡിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. നോക്കിയപ്പോൾ ഓടിക്കളിച്ച് തിമിർക്കുന്ന 5-8 എണ്ണം. ഞാൻ കരുതിയത് തീരെ പൊടിക്കുഞ്ഞുങ്ങളാണെന്ന്. അതിനാ സഞ്ചിയും കൊണ്ട് പോയത്. അങ്ങനെയെങ്കിൽ 1-2 എണ്ണത്തിനെയെങ്കിലും ഒക്കെ എടുക്കാമായിരുന്നു. ചെറിയ നിരാശ തോന്നി എനിക്ക്. ഇതിപ്പോൾ ഒന്നിനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇപ്പോൾ പറഞ്ഞത് എന്നെ കടിച്ച് കീടുമെന്ന. ഒന്നാമതേ കുളി ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ഇത്ര സമയമെടുത്ത് കുളിപ്പിക്കുന്നത് കുഞ്ഞിന് മഹാദേഷ്യവ. ഇനി ഞാൻ പിണങ്ങിയാണോ എന്ന് പേടിച്ചിട്ടൊരു സോപ്പിടിയിലുണ്ട്. ഒരു ഉമ്മ തന്നങ്ങ് മയക്കിക്കളി കള്ളൻ. ആ കുഞ്ഞുങ്ങളൊന്നും തന്നെ തീരെ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നില്ല. ഒരു 4-5 മാസം പ്രായമായവരാ. ഒന്ന് തൊടാൻ ചെന്നതും ഒരെണ്ണം പോലും അടുത്ത് വരുന്നില്ല. പേടിച്ച് മാറിപ്പോവുക. എനിക്കാണെങ്കിൽ അങ്ങ് വല്ലാത്ത നിരാശ തോന്നി. ഒന്നിനെ പോലും കിട്ടുന്നില്ലെന്നേ. കൂട്ടത്തിലൊരു തക്കുട കുട്ടനെ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്കും ബ്രൗണും നിറമുള്ള റോഡ് വീലർ പോലൊന്ന്, നല്ല ഉരുണ്ട് കൊഴുത്തിരിക്കുന്ന. എനിക്കതിനെ അങ്ങ് കോരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നി. അപ്പോൾ വെറുതെ പോലും ഈ പേട്ട് പറങ്ങാണ്ടിയിലേക്ക് എൻ്റെ കണ്ണ് പോകുന്നില്ല. അല്ല, ഈ കൂട്ടത്തിലതില്ല. ഇയാളങ്ങ് ഒറ്റയ്ക്ക് മാറി നടക്കുവാണല്ലോ. ഒന്നിനെയും കിട്ടാതെ വന്നപ്പോൾ ഞാനങ്ങ് ആകെ വിഷമിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇനി വാ, ദേ ഇവിടെ കിടക്കുന്ന എൻ്റെ കുഞ്ഞാറ്റ. പുള്ളിക്കാരനൊരു പൈപ്പിൻ ചുവട്ടിലേക്ക് കൈ ചൂണ്ടി. ദൈവനെ നോക്കിയേ, ഇവനെല്ലാവരോടും ഇണങ്ങും. ഇവന് മനുഷ്യരെ ഒന്നും പേടിയില്ല. ഇവനാണെങ്കിൽ ആരോഗ്യം കുറവായതുകൊണ്ട് ഞങ്ങൾ കൂട്ടത്തിൽ വിടാതെ പശുവിൻ്റെ പാല് കൊടുത്താണ് വളർത്തിയത്. അതുകൊണ്ട് ഇവൻ എപ്പോഴും ഞങ്ങളുടെ കൂടെയാണ്. അവനെ എടുത്തു. നല്ല കുഞ്ഞാവന്, നല്ല സ്നേഹമുള്ളവനാണ്. കൂട്ടത്തിൽ ഒരേ ഒരു വെളുത്തവനും ഇതാ. ആ മനുഷ്യൻ ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ നോട്ടം ഈ ഇത്തിരി കുഞ്ഞനിലായിരുന്നു. ഇയാളുടെ ദേഹം മുഴുവൻ ചെളിയാണ്. വെളുപ്പെന്ന് പറയാനേ പറ്റൂ. പൈപ്പിൻ ചുവട്ടിലെ ഇച്ചിരി വെള്ളത്തിൽ സുഖിച്ചങ്ങനെ കിടക്കുക. ഞാൻ അടുത്തോട്ട് ചെന്നു. വലിയ താല്പര്യമൊന്നും ഇല്ലാതാ ചെന്നത്.
ആ കറമ്പനെ കിട്ടിയില്ലേ ഒന്നിനെയും വേണ്ട, തിരിച്ചു പോകണമെന്ന് തന്നെ അപ്പോഴും മനസ്സിൽ. പിന്നെ ഞാനൊന്ന് തൊട്ട് നോക്കാമല്ലോ എന്ന് കരുതിയാ അടുത്തോട്ട് ചെന്നത്. സത്യത്തിൽ അന്ന് വരെ ഞാനൊരു പട്ടിക്കുഞ്ഞിനെ തൊട്ടിട്ടില്ല. അടുത്തോട്ട് ചെന്നതും ഈ മുന്തിരിക്കണ്ണുകൊണ്ടൊരു നോട്ടം, ഇതാ ഇതുപോലെ കൃഷ്ണമണിയൊക്കെ മുകളിലേക്കാക്കി. ശരിക്കും കോങ്കണ്ണുണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോവും. ഹോ, ആ നോട്ടം! എൻ്റെ അമ്മേ, ആ നോട്ടത്തിൽ ഞാൻ മൂക്കം കുത്തി വീണ്. അവിടെ ഇരുന്ന് ഇയാളുടെ അടുത്ത് ഞാൻ. അപ്പോൾ ആ കുഞ്ഞ് മാഞ്ചുള്ളിക്കാല് പൊക്കി ഒരു സൂത്രം കൂടി കാണിച്ച് ഞാൻ മെല്ലെ ആ വയറിലൊന്ന് തൊട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പട്ടിക്കുട്ടനെ തൊടുവാണ്. ആ വയറിലൊന്ന് തടവിയതും ഇയാൾ 4 കാലും പൊക്കി മലർന്നങ്ങ് കിടന്നു കുഞ്ഞാവ. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ ചെളി പൂണ്ട ദേഹം ഞാൻ വാരി കഴിഞ്ഞെടുത്തു നെഞ്ചോട് ചേർത്ത്. അടുത്ത് ചെല്ലും വരെ ഇതിനെ വേണ്ട എന്ന് തന്നെയായിരുന്നു. ഇത് തീരെ മെലിഞ്ഞതായിരുന്നു, കാണാൻ മറ്റുള്ളവരുടെ അത്ര ഭംഗിയില്ല. പക്ഷെ ആ നോട്ടം കണ്ടതോടുകൂടി ഞാൻ ആകെ ഫ്ലാറ്റായി. കയ്യിലെടുത്തിട്ടും കുതറിപ്പോകാനോ ഒന്നും ശ്രമിക്കാതെ അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞ് ചേർന്നിരിക്കും പോലെ എൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു പൊന്നുമോന്. പിന്നെ ഞാൻ നിലത്ത് വെച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആ കറമ്പനെ കൂടി വേണമായിരുന്നു. ഞാൻ ആവുന്നതും പറഞ്ഞിട്ട് കെട്ടിയവൻ സമ്മതിച്ചില്ല. ഒന്നെങ്കിലും ഒന്ന്, അത് മതിയെന്ന് ഞാനങ്ങ് സമാധാനിച്ചു. എനിക്ക് സ്വന്തമായിട്ടൊരാളെ കിട്ടിയല്ലോ. ആ പൂച്ചാണ്ടി ഭൈരവനെ ഒന്ന് കാണിച്ചു കൊടുക്കണം എൻ്റെ കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഒന്ന് തൊടാനടുത്ത് ചെല്ലുമ്പോഴത്തേക്കിന് അവൻ്റെ ഒരു ഗമ കാണണം. അങ്ങനെ എൻ്റെ സ്വന്തമായവനെയും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ആ ചേട്ടനൊരു മോനുണ്ടായിരുന്നേ, ഒരു ചിന്ന പൈതൽ, 5-6 വയസ്സ് കാണും. ആ കുഞ്ഞ് അവിടെ നിന്ന് വലിയ വായിൽ വാവിട്ട് കരഞ്ഞ് കൊണ്ടുപോവല്ലേ എന്നും പറഞ്ഞു. കാരണം ഇവനായിരുന്നു അവരോടെല്ലാം കൂടുതലും ഇണങ്ങിയത്. ആ കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടില്ലെന്ന് നടിക്കാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം എൻ്റെ കയ്യിലേറിയിട്ട് ഒരു 10 മിനിറ്റേ ആയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും ഈ കുഞ്ഞു ഹൃദയം എൻ്റേതായി കഴിഞ്ഞിരുന്നു. വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ ആ ചെളി പുരണ്ട ജീവിതമെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ തിരികെ പന്തളത്തേക്ക് യാത്രയായി.